ഹലോ, ശ്രീനാഥ് സാറേ, നിതിനാണേ. നമ്മളെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോ ഒരു ചമ്പാര ബിരിയാണിയുടെ കാര്യം സാർ ഇങ്ങനെ സൂചിപ്പിച്ചിട്ടില്ലായിരുന്നോ? ചമ്പാരൻ ബിരിയാണി അല്ലേ? അത് എവിടെയായിരുന്നു സ്പോട്ട്? ഒന്ന് അതിന്റെ ഹോട്ടലിന്റെ പേര് ഞാൻ അങ്ങ് വിട്ടുപോയി. പക്ഷേ അത് ബിഗ് മൗത്ത് എന്നാണ് റെസ്റ്റോറന്റിന്റെ പേര്. ബിഗ് മൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ്. തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. അവർക്ക് വേറെ ബ്രാഞ്ച് വല്ലതും ഉണ്ടോ സാറേ? അത് അടൂര് ബൈപ്പാസ് റോഡിലുണ്ട്. നമുക്ക് എളുപ്പം എനിക്ക് തോന്നുന്നു അടൂരായിരിക്കും അടുത്ത്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടൊന്ന് പോവാണ്. ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ വിളിക്കാമേ. എങ്ങനെ ഉണ്ടെന്ന് എന്റെ അഭിപ്രായം ഞാൻ പറയാം. ശരി സാറേ. ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ കേട്ടതുപോലെ നമ്മൾ ചമ്പാരൻ ബിരിയാണി ഒരു വെറൈറ്റി ബിരിയാണിയാണ്. അപ്പോൾ അതെന്താണെന്ന് അവിടെ ചെന്നിട്ട് നോക്കാം. നമ്മൾ ലൊക്കേഷൻ അങ്ങോട്ട് ഡയറക്ഷൻസ് ഇവിടെയൊക്കെ കുറ്റുവട്ടത്തുനിന്ന് ലൊക്കേഷൻ ഓഫ് ആയിരുന്നു. നമുക്ക് ചെക്ക് ചെയ്യാം. 30 കിലോമീറ്റർ 48 മിനിറ്റ് ഡ്രൈവ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ ബിഗ് മൗത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഒന്ന് ഇറങ്ങട്ടെ. ബിഗ് മൗത്ത് ഫാമിലി റെസ്റ്റോറൻറ്റ്. നൈസായിട്ട് അടിപൊളി ലൊക്കേഷനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കാം. അങ്ങനെ നമ്മൾ ശ്രീനാഥ് സാർ സജസ്റ്റ് ചെയ്ത സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മളൊന്ന് ജസ്റ്റ് ഓർഡർ ചെയ്യാം. എന്താ ഓർഡർ ചെയ്ത്? ഇപ്പം ചമ്പാരൻ ബിരിയാണി സ്പെഷ്യലാണെന്ന് കേട്ടു. അത് ഒരെണ്ണം വേണം. ചിക്കനിലല്ലേ അത് ചെയ്ത്? അപ്പോൾ എന്താ ചമ്പാരൻ ബിരിയാണിയുടെ പ്രത്യേകത എന്താ? ചിക്കൻ ബോൺലെസ് ആണ്. ബോൺലെസ് ചിക്കനാണ്. തവ ഫ്രൈ ആണ്. മസാല ഡിഫറെൻ്റ് ആണ്. ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു ചമ്പാരൻ ബിരിയാണി. അതുകൂടാതെ നമുക്ക് ഒരു ഇതിനകത്ത് ഞങ്ങളുടെ ബേൺ ഫ്രൈഡ് റൈസ് കണ്ടു. അതുകൂടെ അതെന്താ സംഭവം? അത് ബിരിയാണി പോലൊക്കെ തന്നെ ഫ്ലേവ്ഡ് ഫുഡാണ് ഫ്രൈഡ് റൈസ്. അപ്പം ഈ ചിക്കൻ്റെ ഉണ്ട്, ബീഫുണ്ട്, ഫിഷുണ്ട്. അതിന് എന്തായാലും നമ്മൾ ഈ ചമ്പാരൻ ചിക്കൻ അല്ലേ, അപ്പം നമുക്ക് ബീഫിൽ ഈ ബേൺഡ് ഫ്രൈഡ് റൈസ് ഒന്ന് ചെയ്യണേ. ഈ 2 ഐറ്റം ഒന്നും കൊണ്ടുണ്ട്. ഒരു മിനറൽ വാട്ടർ തണുത്തത് കൂടെ. ഓക്കെ, താങ്ക് യു. നമ്മൾ ഒരു ചമ്പാരൻ ബിരിയാണി ഓർഡർ ചെയ്തു. എന്ന് വെച്ചാൽ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ, അത് തവയിലിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. തവയിലിട്ട് അടിച്ച് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നതാണ് ചമ്പാരൻ ബിരിയാണി. അതൊരെണ്ണം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ദേ മാത്താൻ കേസോട് മായാനദി മികച്ച തീരുമാനമായിരുന്നു. മാത്താ നല്ല വിശപ്പുണ്ട്. നമ്മുടെ എല്ലാം ഉണ്ട്. നല്ല ആംബിയൻസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ ആംബിയൻസ്, ഒരു രക്ഷയില്ല. നമ്മുടെ തണുത്തുള്ള എത്തി. അങ്ങനെ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. നമ്മുടെ സ്പൂണും ഫോർക്കൊക്കെ എത്തിയിട്ടുണ്ട്. ബിരിയാണി ഉടനെ എത്തുകയായിരിക്കും. അവിടെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അധികം നേരമൊന്നും വെയിറ്റ് ചെയ്തില്ല കേട്ടോ. വന്ന് 2:19. ഇപ്പോൾ ഉടനെ ശരിയാവും. റൈത്ത, ഇത് ഫ്രൈഡ് റൈസ് അല്ലേ? ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് വിത്ത് ഫ്രൈഡ് ബീഫ് ഒന്ന് ടേസ്റ്റ് ചെയ്യാണ്. സംഭവം നല്ല ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ഫ്ലേവർഫുള്ളാണ്. അത് നല്ലപോലെ അറിയാനുമുണ്ട്. സംഗതി കിടിലം, സൂപ്പർ. അങ്ങനെ വീഡിയോയുടെ തുടക്കം നമ്മൾ പറഞ്ഞ ശ്രീനാഥ് സാറ് പറഞ്ഞ ചമ്പാരൻ ബിരിയാണിയാണിത്. ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. വാവ്,
ബോൺലെസ് ആയിട്ടുള്ള നല്ല ചൂടാണ് കേട്ടോ. ബോൺലെസ് ആയിട്ടുള്ള ഈ ചിക്കൻ്റെ കൂടെ ദേ മോനെ ഇത് ക്ലാസിക് സാധനമാണല്ലോ. ശ്രീനാഥ് സാറേ താങ്ക് യു. ബിരിയാണിയുടെ കാര്യത്തിൽ വടക്കൻകാർ മാത്രമല്ല, നമ്മൾ തെക്കൻ സൈഡും കിടിലമാണെന്ന് ഇതുകൊണ്ട് പ്രൂവ് ചെയ്തു. ഹെൻസ് പ്രൂവ്ഡ്. കിടിലം. ഇത് നിങ്ങൾ വന്ന് ട്രൈ ചെയ്യുക. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടൂരും ഉണ്ട്, തിരുവല്ലയിലും ഉണ്ട്. അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതിന് ടിൽ ദെൻ ബൈ, ലവ് യു, ടേക്ക് കെയർ ഗൈസ്. അങ്ങനെ നമ്മൾ കഴിച്ചിട്ടിറങ്ങി. ഈ എക്സിറ്റിന് നമുക്ക് അഭിപ്രായം പറയേണ്ടത് ശ്രീനാഥ് സാറിനോടാണ്. അപ്പം നമുക്ക് ശ്രീനാഥ് സാറിനെ ഒന്ന് വിളിക്കാമല്ലേ. ഇതിനാ നമ്മളിതേ ബിഗ് മൗത്തിൽ വന്നു. ബിരിയാണി, ചമ്പാരം ബിരിയാണി കഴിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബേൺഡ് ഫ്രൈഡ് റൈസ് വിത്ത് ബീഫ് കഴിച്ചു. സാറിന് അങ്ങേയറ്റത്തെ എൻ്റെ നന്ദിയിൽ കുതിർന്ന നന്ദി. എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം ക്ലാസ് ആയിട്ടോ, കിടിലൻ സാധനമായിരുന്നു. അതെ അതെ അല്ലേ. എന്തായാലും കൊള്ളാം. ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തതായി ഇറങ്ങി കാറ് കയറിയിരിക്കുന്നു. ഇല്ല, ശരത് സാറല്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ ശരത്താണ്. ശരി ശരി സാറേ. നടക്കട്ടെ, ഞങ്ങളുടെ പരിപാടി നടക്കട്ടെ. ഇതിന്റെ നന്ദി എന്താണ്, ചില ചില്ലറ പാക്കറ്റുകളായി നമ്മൾ സ്നാക്സുകളായി പ്രതീക്ഷിച്ചു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ശരി സാറേ, ശരി ശരി.